വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പെരറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുക്കണ്ട. ആദ്യം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തിട്ട് വേണം ഫ്ലെയിം ഓണാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ കരിയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ, കാശ്മീരി ചില്ലി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മളെ മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമുക്കൊരു 2.5 ടേബിൾ സ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണിനടുത്തും കൂടി ടീസ്പൂണല്ല 1/4 ടേബിൾ സ്പൂണിനടുത്തും കൂടി നമ്മളെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 5 സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തുള്ള നമ്മളെ മസാലപ്പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മളെ മീറ്റ് മസാലയും കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂണിനടുത്താണ് കേട്ടോ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീറ്റ് മസാല ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മളെ ചിക്കൻ പെരറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ മീറ്റ് മസാല ചേർക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് നോക്കൂ. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയും നമ്മളെ ആ ഒരു വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന വരെ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് വരാനായിട്ട് തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനും ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ചിക്കൻ പെരറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല, നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണല്ലോ. അത് നേരിട്ടിട്ട് ഈ ഒരു കടായിലേക്ക് അങ്ങ് നിരത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ചിക്കനിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്, നന്നായി വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിക്കനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ചെറിയ ഗ്രേവിയോട് കൂടി കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ എടുക്കുന്നത്, നന്നായി ഡ്രൈ ആക്കിയിട്ടാണ് നമ്മളെ ചിക്കൻ പെരറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ പെരറ്റിൻ്റെ പരുവം അങ്ങനെയാണല്ലോ, നന്നായി ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മളെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വറ്റി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ.
അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് നമ്മൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും നമുക്കിത് ചിക്കൻ പരത്തായിട്ട് എടുക്കാം. നമ്മൾ ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലായിരുന്നു ചാറോട് കൂടിയിട്ട്. ഇങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ നമ്മൾ ഈ ഒരു ചിക്കൻ പരത്ത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും കൺട്രോളൊക്കെ പോയിട്ടോ, ആർക്കും ഒരു രക്ഷയില്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പം തന്നെ ഈ ഒരു പരുവത്തിൽ തന്നെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കുന്നോ അതിൻ്റെ ചില ഭാഗങ്ങളിൽ ചില സ്റ്റേജുകളിൽ ഇതുപോലെ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചേർത്താൽ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ പരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ പരത്തിൻ്റെ ഏകദേശം ഒരു പരുവം. ഈ സമയത്ത് തന്നെ ഇവിടെ ഉള്ളൊരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറി വരാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ കൂടി വരും. അവസാനം നല്ലൊരു കറുപ്പ്, അതായത് നല്ലതാ ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് തന്നെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ളതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ആൾക്കാർ കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മക്കളൊക്കെ. അതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ ആ ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ പരട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമ്മളെ ചിക്കൻ പരട്ടിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെ നന്നായി ഡ്രൈ ആയി നമ്മളെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, അതാണ് ചിക്കൻ പരട്ടിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതുപോലെ ചിക്കൻ പരട്ട് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.